തിരുവനന്തപുരത്തേക്ക് പോകാം. റോഷിയേട്ടനുണ്ട്. റോഷിപാൽ, ഹാപ്പി ഓണം. ഉത്രാടപ്പാച്ചിലാണെന്നറിയാം. ഇനിയും സാധനങ്ങൾ വാങ്ങാനുള്ള ഓട്ടത്തിലാണ്. പച്ചക്കറിയൊക്കെ വാങ്ങിയോ? എന്താണ് ചാല മാർക്കറ്റിലെ ഒരു കാഴ്ച? തിരുവനന്തപുരത്ത് ഏറ്റവും തിരക്കുള്ള സ്ഥലമാണ് ചാല മാർക്കറ്റ് അല്ലേ? വിനീത, ഉത്രാടപ്പാച്ചിലിന്റെ അവസാന മണിക്കൂറുകളാണ്. വീട്ടിലേക്ക് ഓണം ആഘോഷിക്കാനുള്ള മലക്കറികളും അതുപോലെ പൂക്കളം ഒരുക്കാനുള്ള പൂക്കളും വാങ്ങാനാണ് ചാല മാർക്കറ്റിലേക്ക് ആളുകൾ ഇങ്ങനെ ഒഴുകിയെത്തുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. നല്ല ഗതാഗത കുരുക്കമുണ്ട്. അത് പതിവാണ് ചാല മാർക്കറ്റിൽ. എന്നാൽ ഇന്ന് കൂടുതൽ ആളുകൾ സ്വാഭാവികമായും ഈ പൂക്കടയിലാണ് ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്നത്. പൂക്കൾക്കൊക്കെ എത്ര വില കൂടിയതൊക്കെ നമുക്ക് അന്വേഷിക്കണം. ആളുകളൊക്കെ ഇങ്ങനെ ഇടിച്ചു നിൽക്കുകയാണ് പൂക്കൾ മേടിക്കാൻ വേണ്ടി. ഇപ്പോഴൊക്കെ അല്പം മുമ്പൊക്കെ ഇങ്ങനെ പൂക്കൾ ലോഡ് ഇറക്കുന്ന കാണാമായിരുന്നു. അതിന്റെ ദൃശ്യങ്ങളൊക്കെ കാണാം. നമുക്ക് പൂക്കൾ വാങ്ങാൻ വന്നവരോട് തന്നെ ചോദിക്കാം. ചേച്ചി, എങ്ങനെയുണ്ട് ഇത്തവണ പൂക്കൾക്ക് വില കൂടിയോ? കൂടിയില്ല, വലിയ കുഴപ്പമില്ല. ഇവിടുന്ന് വാങ്ങിയുമ്പോൾ വലിയ പ്രശ്നമില്ല. ഈ ഷോപ്പിൽ വില കുറവാണ്. മേടിച്ചു? എല്ലാം മേടിച്ചായിരുന്നു. എല്ലാ പൂക്കളും മേടിച്ചു. അത്തം പൂർണ്ണമായി ഇട്ടോ അല്ലെങ്കിൽ തിരുവോണ ദിവസം മാത്രമാണോ പൂക്കൾ? തിരുവോണ ദിവസം മാത്രമേ ഇടുന്നത്. അതെ. സദ്യവട്ടത്തിനുള്ള എല്ലാം മേടിച്ചോ? മേടിച്ചായിരുന്നു. അപ്പൊ അങ്ങനെ പൂക്കൾക്ക് ഈ കടയിൽ വിലക്കുറവാണെന്ന് പറയുന്നുണ്ട്. എന്താ അതിന്റെ മാജിക് എന്ന് ചോദിച്ചു നോക്കാം. ചേട്ടാ, എങ്ങനെയുണ്ട് ഇത്തവണ പൂക്കൾക്ക് വില കൂടിയോ? പൂക്കൾക്ക് വില ഒന്നും കൂടിയിട്ടില്ല. വേറെ ഒന്ന് രണ്ട് സാധനങ്ങൾക്ക് മാത്രമേ വില കൂടിയിട്ടുള്ളൂ. അല്ലാതെ വേറെ സാധനങ്ങൾക്കൊന്നും വില കുറവില്ല, കൂടിയിട്ടില്ല. എല്ലാം ന്യായമായി. കച്ചവടം അടിപൊളിയാണോ? പോകുന്നുണ്ട്. കച്ചവടം പ്രതീക്ഷിക്കുന്നുണ്ട്. വൈകുന്നേരത്തോടുകൂടി ഉഷാറാകുന്ന രീതിയുണ്ട്. ഉത്രാടപ്പാച്ചിലാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ആ വ്യാപാരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കൂട്ടമുണ്ട്. അപ്പോൾ അതൊരു ആവേശത്തിലാണ്. തിരക്കനിയും വരുമെന്ന പ്രതീക്ഷയാണ് പങ്കുവെക്കുന്നത്. നമുക്ക് തൊട്ടപ്പുറത്ത് ഈ പച്ചക്കറികളുടെ കച്ചവടം നടക്കുന്നുണ്ട്. തൊട്ടപ്പുറത്ത് അവിടെ വാഴ ഇലകൾ വരെ ഇതാ എത്തിയിട്ടുണ്ട്. അതിന്റെ കച്ചവടം നടക്കുന്നു. പഴങ്ങളുണ്ട്. അങ്ങനെ തുടങ്ങിയ എല്ലാ സദ്യക്കുള്ള വട്ടങ്ങളാണ് ഈ ഭാഗത്തുള്ളത്. ഇപ്പോൾ നമുക്ക് കാണാം, ഇലയൊക്കെ കാണാം. ഇലയൊക്കെ മനോഹരമായ ഇലകൾ ഇവിടെ വെട്ടിവെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇല ആരാ? നിങ്ങളാണോ ചേട്ടാ ഇലയുടെ? ഓക്കെ. അപ്പോൾ ഇലയുണ്ട്, പഴങ്ങളുണ്ട്, എല്ലാം റെഡിയാണ്. അങ്ങനെ ഏതാണ്ട് ഓണത്തിന് ആവശ്യമുള്ള എല്ലാം. ഇന്നലെയൊക്കെ മഴയുണ്ടായിരുന്നു. ഇന്ന് രാവിലെയും മഴയുണ്ടായിരുന്നു. ചേട്ടാ, ഇലക്ക് എത്രയാണ് വില? ഇലക്ക് എത്രയാണ് വില? 15 രൂപ 10 രൂപ. 15-ന്റെ 10-ന്റെ ഉണ്ട് അല്ലേ? 15 രൂപയുടെ 10. 10 രൂപയുടെ ഇലയുണ്ട്. അപ്പം എല്ലാം ഉണ്ട്. ഇത് കാണാം. പച്ചക്കറി കച്ചവടമാണ്. തകർക്കുകയാണ് കച്ചവടം. മഴയൊക്കെ മാറിയപ്പോൾ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി. ഇന്ന് രാവിലെയൊക്കെ ഇടയ്ക്കൊക്കെ മഴയുണ്ടായിരുന്നു. മഴ മുന്നറിയിപ്പുള്ളത് കൊണ്ട് ഒരു ആശങ്ക എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഇവിടെയൊക്കെ ഇങ്ങനെ ഒരുക്കി വെച്ചിരിക്കുകയാണ്. എനിക്ക് സാമ്പാറിനൊക്കെ ആവശ്യമുള്ള പച്ചക്കറികളൊക്കെ മനോഹരമായി ഇങ്ങനെ ഒരുക്കി വെച്ചത് കാണാം. പച്ചമുളകുണ്ട്, തക്കാളിയുണ്ട്, അങ്ങനെ എല്ലാം, ഇഞ്ചിയുണ്ട്. വീട്ടിലേക്ക് പച്ചക്കറിയൊക്കെ വാങ്ങിയിട്ടേ ഇന്ന് പോവാൻ പറ്റുള്ളൂ അല്ലേ? എല്ലാം വാങ്ങിച്ചോ? സാമ്പാറിന് വേണ്ട ആവശ്യമുള്ള എല്ലാം വാങ്ങിട്ട് ഓണം അടിപൊളി. പൂക്കൾ വാങ്ങിക്കാൻ പോണം. ഈ പ്രാവശ്യം വില കൂടുതലാണ്. അതറിഞ്ഞൂടാ. സാധനങ്ങൾ താരതമ്യേന വില കുറവാണ്. എത്ര വില കൂടിയാലും നമുക്ക് ഓണം പിന്നെ കൊള്ളാം. അങ്ങനെ ചേച്ചിയൊക്കെ ഇതാ സാമ്പാറിന് ആവശ്യമായുള്ള പച്ചക്കറികളൊക്കെ മേടിച്ച് എല്ലാവരും ഒരുങ്ങിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഓണത്തിന് ആവശ്യമായ പൂക്കളും പച്ചക്കറികളും മേടിക്കണം. റോഷിയേട്ടാ, എല്ലാം വാങ്ങിച്ചോ വീട്ടിലേക്ക്? വീട്ടിലേക്ക് ഇനി പൂക്കൾ കൂടെ മേടിക്കണം. തിരുവോണ ദിവസം നമുക്കൊരു വലിയ പൂക്കളമില്ലെങ്കിലും ഒരു കുഞ്ഞു പൂക്കളം ഒരുക്കാനുള്ള പൂക്കളൊന്ന് വാങ്ങിക്കണം. അത് വൈകിട്ടാകുമ്പോഴത്തേക്കും റഹീസ് കഴിഞ്ഞ ദിവസം പറഞ്ഞു 1-2 കടകളിൽ ഭയങ്കര തേപ്പാണെന്ന് പറഞ്ഞു. അപ്പൊ ഏതാണ് തേപ്പില്ലാത്ത കട എന്ന് നോക്കി അവിടുന്ന് കുറച്ച് പൂക്കൾ മേടിക്കണം. ശരി. അപ്പൊ റോഷിയുടെ കുടുംബത്തിന്, നമ്മുടെ തിരുവനന്തപുരത്തെ എല്ലാവർക്കും ഹാപ്പി ഓണം. റോഷിയുടെ മോളുണ്ട്, മിടുക്കിയാണ്, നന്നായി ചിത്രമൊക്കെ വരയ്ക്കുന്ന ആളാണ്. അപ്പോ എന്തായാലും ഓണം കളറാവട്ടെ.